നമസ്തേ. ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് വ്യാഴം, അതായത് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം സർവൈശ്വരകാരകനാണ്. ഈ വ്യാഴം ഒരു ഗ്രഹനിലയിൽ ഉച്ചസ്ഥനായാൽ, അതായത് കർക്കിടകൻ രാശിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ജാതകന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, അവൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, ഭൂതം എങ്ങനെയായിരിക്കും, വർത്തമാനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്രഹനിലയിൽ വ്യാഴം ഉച്ചസ്ഥനായാൽ ആ ജാതകന് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, ജ്യോതിഷപ്രകാരം ജാതകത്തിൽ ഗുരു ഉച്ചസ്ഥനായാൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ജാതകന് അപാരമായ ബുദ്ധിയായിരിക്കും. ഉയർന്ന ധനയോഗം, ദീർഘായുസ് എന്നിവ ഇതുമൂലം ലഭിക്കുന്നു. ഇത് വളരെ ശുഭകരമായ ഒരു യോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ജ്യോതിഷ പ്രശ്നമാർഗത്തിലും ജ്യോതിഷത്തിലും ഹോരയിലുമൊക്കെ നമുക്ക് ഇത് കാണാൻ കഴിയും. പിന്നെ മറ്റൊരു ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനവും വിദ്യാഭ്യാസവും ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം, അറിവ്, പണ്ഡിതന്മാരോടുള്ള അടുപ്പം, ആത്മീയമായ വളർച്ച എന്നിവയും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. ജാതകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ധനസമൃദ്ധിയാണ്. ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരതയും വൻ സമ്പത്തും ഭാഗ്യവും അടിക്കടി, അതായത് യൗവനം വാർദ്ധക്യമാകുമ്പോഴേക്കും എത്തിയിരിക്കും. കുടുംബസുഖം ലഭിക്കും. നല്ല സന്താന ഭാഗ്യം, സന്തോഷമുള്ള ദാമ്പത്യം, സമൂഹത്തിൽ ഉയർന്ന ബഹുമാനം തുടങ്ങിയവയൊക്കെ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ധർമ്മബോധം, സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രവണത ഇവയും വ്യാഴം ഉച്ചസ്ഥനായാൽ ആ ജാതകന് ലഭിക്കും. ഭാരതീയ ജ്യോതിഷപ്രകാരം ഏറ്റവും ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം അഥവാ ഗുരു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യം, ജ്ഞാനം എന്നിവയെല്ലാം വ്യാഴത്തിൻ്റെ സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ഗ്രഹനിലയിലുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനത്തെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യം, ജ്ഞാനമെല്ലാം നമുക്ക് കാണുവാൻ കഴിയുക. ഇനിയും വ്യാഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ്റെ കാരകനാത്താണ്, അതായത് സന്താനകാരകൻ എന്നാണ് അറിയപ്പെടുന്നത്. ജ്ഞാനം, ദയ, സൽബുദ്ധി, മന്ത്രാനുഷ്ഠാനങ്ങൾ, തന്ത്രകാര്യങ്ങളിൽ സാമർഥ്യം, സുഹൃദാനുഭവങ്ങൾ, സൽക്കർമ്മങ്ങളോട് ആഭിമുഖ്യം, ഉത്തമ ബ്രാഹ്മണൻ, ശ്രേഷ്ഠൻ, സന്യാസി, കീർത്തി, ഉത്തമനായ ഗൃഹസ്ഥാശ്രമി, ബ്രഹ്മചര്യം, മോക്ഷം, യാഗകർമാദികൾ, കർക്കശനമായ ആചാരാനുഷ്ഠാനങ്ങൾ, സിംഹാസനം, ഈശ്വരാനുകൂല്യം, ഇഷ്ടദേവതാനുഗ്രഹം, ശുഭാപ്തി, വിശ്വാസം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കബഡിയിൽ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഐശ്വര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കബഡി പ്രശ്നം വെക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ഈ ജാതകത്തിലും ഗ്രഹനിലയിലും നമുക്ക് വ്യാഴത്തെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ കഴിയും. വ്യാഴം കർക്കിടക രാശിയിൽ വരുന്നത് അത്യന്തം ശുഭകരവും ശക്തമായ ഒരു സ്ഥാനമായിട്ടാണ് ജാതകത്തിൽ കണക്കാക്കപ്പെടുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടകൻ രാശി. വ്യാഴത്തിന് അതിൻ്റെ പൂർണ്ണമായ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ശക്തമായി പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു രാശിയാണ് കർക്കിടകൻ രാശി. ഗുരു, അതായത് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ വളരെയധികമുണ്ട്. സമ്പത്ത്, ഐശ്വര്യം. ജാതകത്തിൽ ഗുരു കർക്കിടകത്തിൽ ഉള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഭൗതിക സാഹചര്യങ്ങളിൽ പുരോഗതിയും ഉണ്ടാകും. ഉയർന്ന ജ്ഞാനവും ബുദ്ധിയും ലഭിക്കും. വിദ്യാലാഭവും ആഴത്തിലുള്ള അറിവും ഈ ജാതകന് സിദ്ധിക്കും. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ ഇവർക്ക് കഴിയും. ദയ, ജീവകാരുണ്യ മനോഭാവം, ആത്മീയത, തൽസ്വഭാവം, നല്ല സ്വഭാവം എന്നിവ ഇവരിൽ പ്രകടമാകും. മാതാവിനോട് പ്രത്യേക സ്നേഹവും നല്ലൊരു കുടുംബജീവിതവും, വീട്, വാഹനം എന്നിവയിലൂടെയുള്ള സുഖസൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കും. സമൂഹത്തിൽ ബഹുമാനവും മാന്യതയും ഉയർന്ന പദവികളും ഇവരെ തേടിയെത്തും. ഒരു നിശ്ചിത കാലയളവിൽ ഗുരു കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം മുതൽ ഗുരു ഇപ്പോൾ കർക്കിടകത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ കർക്കിടകത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് ഈ കർക്കിടകൻ രാശി ഗുരുവിൻ്റെ ഉച്ചസ്ഥനായ രാശിയാണ്. അത് ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇനിയും അനേകം കാര്യങ്ങളുണ്ട് വ്യാഴത്തെക്കുറിച്ച് പറയാൻ. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സഹായിക്കുക താഴ്മയായി അപേക്ഷിക്കുന്നു. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകഗണന, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ഏകദേശം എന്നിവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. നന്ദി, നമസ്കാരം.